കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തുറന്നു പറയും. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു, എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷാരടി കുട്ടി, ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. 2 തുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. പിന്നെ എന്തിനാടാ മണ്ട? 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്, പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്റെ കൂടെ വരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്റെ മുഖത്ത് മാത്രം. നിന്റെ തൊലിക്കറുപ്പും സൗന്ദര്യമില്ലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങുമെന്ന് നീ വിചാരിച്ചോ? അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എന്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന പോലും ഇല്ല. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? 2 വർഷം കോളേജിന്റെ കാലാവധി കഴിഞ്ഞ് അവസാനം ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ലാസ്റ്റ് വേദിയിൽ, കലോത്സവം നടക്കുന്ന വേദി, ആ ഷാരടി കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് NCCയുടെ കുട്ടികളാണ് സാധാരണ കട്ടൻ വലിക്കാനായിട്ട് ഇവിടെ ഇരിക്കാറ്. അപ്പോൾ അവരിൽ ഒരാളോട് ചോദിച്ചു, ഇന്ന് കട്ടൻ ഞാൻ വലിച്ചോട്ടെ? വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കാരണം അവിടെയെങ്കിലും നേരിട്ടൊന്ന് ഷാരടിയായിട്ടൊരു കണക്ഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. അങ്ങനെ കട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ഞാൻ പൊക്കുന്നു. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെൻ്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കി. ദേഷ്യവും സങ്കടവും സഹിக்க വയ്യാതെ ആ കട്ടൻ ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടു. അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. കട്ടനിടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കട്ടനിടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. എവിടെ കട്ടനിടാൻ? 15 മിനിറ്റ് തൊട്ട് 1/2 മണിക്കൂറോ വിചാരിച്ചാൽ കട്ടനിടാൻ പറ്റും. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ച് ഷാരടി തൊഴുതിട്ട് പോകുന്ന ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ചാടി 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 അവസാനം വരെ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് 2 കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അങ്ങനെ കോളേജിൽ അടുത്ത ദിവസം ഈ കുട്ടിയെ വരുന്നവർ മുഴുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കളിയാക്കി കൂവാൻ. അങ്ങനെ കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ച് ഒരു പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഷാരടി കുട്ടിയെ കണ്ടിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാത്ത വല്ലതുണ്ടോ? നമ്മളെ ഒരുപാട് പേര് കഥയാണ്. നമ്മുടെ ജയറാമുമായിട്ടുള്ള ഒരു ജയറാം സാർ പുറകെ ജയറാമേട്ടന്റെ വെറും കഥ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ഒരു സത്യം ബന്ധമില്ല. അതായത് ജയറാമേട്ടൻ തമാശക്ക് പറഞ്ഞൊരു കഥയാണ്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ജയറാമേട്ടൻ നായകനാണ്. പിന്നെ എങ്ങനെയാ അദ്ദേഹം? ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.